വീണ്ടും വാർത്തകളിലേക്ക്. നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. സമരം 32ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇന്നു മുതൽ കൂടുതൽ പേർ കൂട്ടനിരാഹാരം ആരംഭിക്കും. സമരസമിതി സെക്രട്ടറി S. വളർമതിയുടെ നിരാഹാര സമരം ഒരാഴ്ച പിന്നിട്ടു. വിഷയം പഠിച്ചു പരിഹരിക്കാൻ 2 മാസം സാവകാശം തേടി വിദ്യാഭ്യാസ മന്ത്രി കത്ത് നൽകിയെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ച് വ്യക്തമായ ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരാനാണ് LPST ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, 1 മാസം പിന്നിട്ടു. ഗതികെട്ട അവസ്ഥയിലാണ് വീണ്ടും സമരം ശക്തമാക്കാൻ അവർ നീക്കം നടത്തുന്നത്, കൂട്ടനിരാഹാരത്തിലേക്കൊക്കെ പോകുന്നത്. 2 മാസമാണ് സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊന്നുമില്ല. അവർ ആവശ്യപ്പെടുന്നത് ഒരു തുറന്ന ചർച്ച ആവശ്യപ്പെടുന്നു. ഇതിലൊരു രേഖാമൂലമുള്ള ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇനിയും 2 മാസം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനിയും മുന്നോട്ട് പോകാനെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെ വേണം. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവരെ കേൾക്കണം എന്നുള്ളതാണ്. എന്താണ് ഇനി ഏത് രീതിയിൽ സമരം ശക്തമാക്കാനാണ്, എന്താണ് പ്രതീക്ഷിക്കുന്നവർ ഇനി സർക്കാരിൽ നിന്ന്? ശ്രുതി, കീർത്തന, എല്ലാ സർക്കാരുകളും PSC ഉദ്യോഗാർത്ഥികളോട് ഇങ്ങനെയാണ് എന്നുള്ളതാണ് സമരം ചെയ്യുന്ന റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ 30 ദിവസം പിന്നിടുകയാണ് LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ സമരം. ആ സമരം യഥാർത്ഥത്തിൽ പ്രധാന ആവശ്യം നിയമനം നടത്തുന്നതിനോടൊപ്പം തന്നെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ക്രമീകരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. 1 മാസത്തിലേറെ തുടരുന്ന സമരം അത് കൂടുതൽ കടുപ്പിക്കുകയാണ്. അവർ കൂട്ടനിരാഹാരത്തിലേക്ക് ഇന്നു മുതൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തോതിൽ സമരം നടന്നപ്പോഴെല്ലാം അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവരാണ് ഇന്ന് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമായി സർക്കാരിൽ നിൽക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ്. സമരം നടത്തി 1 മാസം പിന്നിടുന്ന സമയത്ത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടറുടെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ആ മറുപടി നൽകിയത്. 2 മാസം കൂടി സമയം വേണമെന്ന് PSC ഉദ്യോഗാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് പോരാ എന്നുള്ളതാണ് ആ റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. ഉടനടി തീരുമാനമുണ്ടാകണം, ചർച്ച ചെയ്യണം. കഴിഞ്ഞ 1 മാസത്തിലേറെയായി നമ്മളിവിടെ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിയമനം നടക്കണം. അതുപോലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ക്രമീകരിക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. എന്തായാലും ഇന്നു മുതൽ സമരം അതിന്റെ മറ്റു തലത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. നിരാഹാര സമരം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സമരത്തിന് പിന്തുണയുമായി മറ്റ് യുവജന സംഘടനകളും അതുപോലെ മഹിളാ സംഘടനകളും ഉൾപ്പെടെ കടന്നുവരുന്നൊരു സ്ഥിതിയുണ്ടാകും. കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് അത് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഡൽഹിയിൽ നടന്ന സമരത്തിന്റെ കൂടിയാവേശത്തിൽ ഒന്നുകൂടി കടുപ്പിക്കുകയാണ് തലസ്ഥാനത്തെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. ശ്രുതി, കീർത്തന. ഓക്കെ, വ്യക്തമാണ്. സമരം ശക്തമാക്കുകയാണ് 32ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ. വിശദാംശങ്ങളാണ് TV പ്രസാദ് നൽകിയത്.